ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MG ടൈം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് ക്യാരറ്റ് ഹൽവ. ഒരു തുള്ളി മിൽക്ക് പൗഡറോ കണ്ടൻസ്ഡ് മിൽക്കോ ഇല്ലാതെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അതിനെ ഞാനിവിടെ 1/2 കിലോ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബദാം സ്ലൈസ് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഈ നട്ട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി കാഷ്യൂനട്ടും ബദാമും ഒക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഇപ്പം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ക്യാരറ്റിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. വെള്ളമൊന്നും ഒഴിക്കാത്ത പാൽ വേണം നമ്മൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് നന്നായിട്ട് തിളപ്പിച്ച പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം, അതുവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് പാലൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് കുറുകി വരണം, അതുവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം പാലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ പാലൊക്കെ ഒന്ന് വറ്റിച്ചൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ പാലിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് കുറുകി വരുമ്പോഴാണ് ആ ക്യാരറ്റ് ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കിട്ടും. അപ്പോൾ കൈ വിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പാലൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുമ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇത് വീണ്ടും ഒന്ന് ലൂസായിട്ട് വരും. ഇതിപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായപ്പം വീണ്ടും ഇത് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് കുറുകി വരണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും ഉണക്കമുന്തിരിങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നട്ട്സിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോട് കൂടിയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമോ കഴിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് ഹൽവ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുതേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. കൂടാതെ ഇതേപോലെയുള്ള റെസിപ്പിക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.